നമസ്കാരം. ഒരു പുതിയ ഇന്നിംഗ്സ് ആണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഈ ബജറ്റിൽ തുറന്നത്. ഒന്നാമത്തേത്, കേന്ദ്രം ഇനിയൊന്നും കൂടുതലായി തരില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചു. വയനാട് പുനരധിവാസം മുതൽ വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിൽ നിന്നുവരെ കേന്ദ്രം പിന്മാറി എന്ന ആ തിരിച്ചറിവാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ശമ്പളക്കാരെയും പെൻഷൻകാരെയും ഇനിയും സങ്കടപ്പെടുത്തി മുന്നോട്ടു പോകാനാവില്ലെന്ന യാഥാർത്ഥ്യം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷം പേർക്ക് ആദ്യം 4800 രൂപ വീതം കുടിശ്ശിക, വർധന പിന്നീടെന്ന സൂചന. കേരളം ധനപ്രതിസന്ധിയെ മറികടന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് കെ.എൻ. ബാലഗോപാൽ. ശരിക്കും അതിജീവിച്ചോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം മാത്രമല്ല, ധനകാര്യ വിദഗ്ധരും ഇനി കേരളത്തിലേക്ക് വരും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ധനപ്രതിസന്ധി കാലത്തെ പ്ലാൻ ബാലഗോപാൽ. ബാലഗോപാൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ? ഇതൊക്കെ ഉള്ളത് തന്നെ എന്ന് സംശയിക്കുന്നവർ അനേകമുണ്ടാകും. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ സംസ്ഥാനത്തെ നികുതി വരുമാനം 65,956 കോടി രൂപ. ഈ വർഷം ഡിസംബർ വരെ 72,564 കോടി രൂപ. 6,608 കോടി അഥവാ 10% നികുതി വരുമാനത്തിലെ വർധന. അയൽ സംസ്ഥാനങ്ങളിലൊന്നും നികുതി വരുമാനത്തിൽ ഈ വർധനയില്ല. രാജ്യത്തെ വളർച്ചാ നിരക്ക് 6.4% കൂപ്പുകുത്തിയ സമയത്ത് നികുതി കൂടിയ ഈ കണക്കാണ് ധനമന്ത്രിയെ ആ വാചകത്തിന് പ്രേരിപ്പിച്ചത്. അതുമാത്രമല്ല, നികുതിയേതര വരുമാനത്തിലും വർധനയുണ്ട്. 5,888 കോടിയാണ് മുൻവർഷം ഡിസംബർ വരെ ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 11,647 കോടിയാണ്. 98% വർധന. നികുതിയേതര വരുമാനത്തിൽ കൂടുതൽ ലഭിച്ചത് 12,000 കോടി രൂപയുടെ അടുത്താണ്. കേന്ദ്രം വായ്പാ പരിധി ഉയർത്തിയിരുന്നെങ്കിൽ അധികമായി ലഭിക്കുമായിരുന്നത് 6,000 കോടി രൂപ മാത്രമാണ്. ഇവിടെ ഇരട്ടിയോളം നികുതി വരുമാനം വർദ്ധിച്ചു. അങ്ങനെയെങ്കിൽ കേന്ദ്രവിഹിതം കുറഞ്ഞു എന്നത് സത്യം. കേന്ദ്ര ഗ്രാന്റായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ കേരളത്തിന് ലഭിച്ചത് 6,372 കോടി രൂപയാണ്. ഈ വർഷം കിട്ടിയിരിക്കുന്നത് 4,729 കോടി രൂപ മാത്രവും. അപ്പോൾ അയൽ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെയാണോ? കർണാടകത്തിന് കഴിഞ്ഞ ഡിസംബർ വരെ കിട്ടിയത് 8,396 കോടി രൂപ. ഈ വർഷം ഡിസംബർ വരെ 10,450 കോടി രൂപ. കേരളത്തിൽ 1.25 കോടി കുറഞ്ഞപ്പോൾ കർണാടകത്തിൽ 2,000 കോടി കേന്ദ്ര ഗ്രാന്റിൽ കൂടുകയാണ് ചെയ്തത്. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ കേന്ദ്ര ഗ്രാന്റ് വർദ്ധിച്ചു. ഇതിൽ ക്ഷീണം സംഭവിച്ച സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ്. അങ്ങനെയെങ്കിൽ ചെലവ് കുറച്ചാണോ കേരളം പിടിച്ചു നിന്നത്? മുണ്ടു മുറുക്കി ഉടുത്തു എന്നത് സത്യമാണ്. പക്ഷേ അത് റവന്യൂ ചെലവിൽ പ്രതിഫലിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ റവന്യൂ ചെലവ് 36,483 കോടി രൂപ ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 40,943 കോടി രൂപയാണ്. 4,000 കോടിയുടെ വർധന. അങ്ങനെയെങ്കിൽ സംസ്ഥാനം മൂലധന ചെലവ് അഥവാ ആസ്തികൾക്കുള്ള ചെലവ് കുറച്ചു. കഴിഞ്ഞ വർഷം 9,113 കോടി രൂപയാണ് ഡിസംബർ വരെ ആസ്തി വികസനത്തിന് ചെലവഴിച്ചത്. ഈ വർഷം അത് 10,114 കോടി രൂപയാണ്. പ്രഖ്യാപിച്ച വൻകിട പദ്ധതികളിൽ പലതിലും 50% വെട്ടിക്കുറവ് വരുത്തിയിട്ടും മുൻ വർഷത്തേക്കാൾ തുക ആസ്തി വികസനത്തിന് ചെലവഴിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുവച്ചാണോ സർക്കാർ പിടിച്ചു നിന്നത്? ജീവനക്കാർക്ക് അധികമായി ലഭിക്കേണ്ട DAയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും പിടിച്ചുവച്ചത് സത്യമാണ്. പെൻഷനിൽ 600 കോടിയും ബാധ്യതയാണ്. അതെല്ലാം ഈ മാസം കൊടുക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇത്രയും കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോഴും മുൻ വർഷത്തേക്കാൾ തുകയാണ് ഈ വർഷം ബജറ്റിൽ ശമ്പളത്തിനും പെൻഷനും ചെലവഴിച്ചിരിക്കുന്നത്. ശമ്പളത്തിൽ 1,000 കോടി രൂപയുടെയും പെൻഷനിൽ 1,300 കോടി രൂപയുടെയും വർധനയുണ്ട്. അപ്പോൾ എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ കണക്കിൽ നിന്ന് മനസ്സിലാകുന്നത് തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല എന്നാണ്. പലിശയായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ 16,898 കോടി രൂപയാണ് ചെലവഴിച്ചതെങ്കിൽ ഈ വർഷം 18,275 കോടി രൂപ അടച്ചിട്ടുണ്ട്. 1,500 കോടി രൂപ അധികമായി പലിശ അടച്ചിട്ടുണ്ട്. ഇത്രയും കൊടിയ ബാധ്യതയുണ്ടായിട്ടും ട്രഷറി പൂട്ടേണ്ടി വന്നില്ല എന്നതാണ് ധനമന്ത്രിയെ ആശ്വസിപ്പിക്കുന്നത്. മുമ്പ് ട്രഷറി പൂട്ടുന്ന സ്ഥിതി പലതവണ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം.
ഈ ബജറ്റ് അതിന്റെ പരിധിയിൽ നിന്ന് രണ്ടിടത്ത് വർധന പ്രഖ്യാപിച്ചു. ഒന്ന് കോടതി വ്യവഹാരങ്ങളിലാണ്. അത് ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ ശുപാർശയിലാണ്. ഇപ്പോൾ തന്നെ വ്യവഹാരം നടത്താൻ ഗതിയില്ലാത്തവരാണ് അനേകം. അവരെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് വരും ദിവസങ്ങളിലാണ് വ്യക്തമാവുക. രണ്ടാമത്തേത് ഭൂനികുതിയിലെ വർധനയാണ്. കരം കെട്ടിയ രസീതാണ് ജാമ്യമെടുക്കാൻ മുതൽ വിദ്യാഭ്യാസത്തിന് വരെ ഉപകരിക്കുന്നത്. അത് വാങ്ങാൻ ചെല്ലുമ്പോൾ 50% അധിക തുക നൽകേണ്ടി വരും. 100 രൂപ കരം കെട്ടിയിരുന്നവർ 150 രൂപയുടെ അടുത്ത് നൽകേണ്ട സ്ഥിതി. സംസ്ഥാനത്ത് ഭൂമിയുള്ള എല്ലാവരെയും അത് ബാധിക്കും. ഈ 2 മേഖലകളിലെ നിരക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ചയാകും. ഈ പ്രതിസന്ധി കാലത്തെ കേരളത്തിന്റെ അതിജീവനം അതിലേറെയും ചർച്ചയാകും. മഴക്കെടുതിക്ക് കർണാടകത്തിനും തമിഴ്നാടിനും വരെ അധിക സഹായം അനുവദിച്ച കേന്ദ്രം കേരളത്തോട് ചെയ്തതും ഈ ബജറ്റ് ചർച്ചയ്ക്ക് വയ്ക്കുന്നുണ്ട്. 750 കോടി രൂപ പ്രഖ്യാപിച്ചാണ് ധനമന്ത്രി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ വെല്ലുവിളിക്കുന്നത്. നേരിട്ട് പറയുന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാരിനോടുള്ള ഏറ്റുമുട്ടൽ പല വഴിക്ക് കടന്നു വരുന്നതാണ് ഈ ബജറ്റ്. സ്പോട്ട്ലൈറ്റ് ഇന്ന് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.